വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് ഈ ലണ്ടൻ പണ്ട് തൊട്ടേ ഈ ഒരു 1970കളിലൊക്കെ മില്ലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിട്ട് കുറേ ആൾക്കാരെ ഇവര് ലണ്ടൻ ഹയർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് പണ്ട് തൊട്ടേ ഇന്ത്യക്കാരോടില്ല, അവർക്ക് കൂടുതൽ പാകിസ്ഥാനികളോടായിരുന്നു ഈ ലണ്ടൻകാർക്ക് കൂടുതൽ ഒരു ഭ്രമം. അപ്പൊ അവരെയാണ് ഏറ്റവും കൂടുതൽ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചതും. അവിടെ ആ സമയത്ത് പോയ ആൾക്കാരുടെ ഒരു ജനറേഷനൊക്കെ ഇപ്പൊ അവിടെ നല്ല രീതിയിൽ ഫ്ലറിഷ് ആയിട്ട് ഇരിപ്പുണ്ട്. അവർക്ക് ഈ പൊളിറ്റിക്കലി ഒക്കെ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ അവരുണ്ട്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ ബിർമിംഗ്ഹാം എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ മൊത്തം ഈ പാകിസ്ഥാനികളുടെ ഒരു ഡോമിനേറ്റഡ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ആ രീതിയിലുള്ള വോട്ട് ബാങ്ക് ഒക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ, ഇലോൺ മസ്ക് പല രീതിയിൽ ഡൗൺഫോൾ ആയി കിടന്ന കമ്പനികളൊക്കെ എടുത്ത് പുള്ളി പല രീതിയിലും അതിനെ സക്സസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇലോൺ മസ്ക് ഇപ്പൊ നമ്പർ 1 സാറ്റലൈറ്റ് കമ്പനിയാണ്. അതുകൂടാതെ അതിനെ ടെസ്ല എന്ന് പറഞ്ഞ ആ ഒരു കാർ കമ്പനി, ഇങ്ങനെയൊക്കെ എക്സ് പ്ലാറ്റ്ഫോം, ഇതൊക്കെ എലോൺ മസ്കിന്റെ ആണ്. അപ്പൊ ഇതുപോലെ പല കാര്യങ്ങളും സംരംഭങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എലോൺ മസ്ക്. ഇപ്പൊ US ഈ ഒരു ട്രംപിന്റെ ഇലക്ഷനിന്റെ വിജയത്തിലും കൂടെ നിർണായക പങ്കുവഹിച്ച് ട്രംപിന് വേണ്ടിയിട്ട് പ്രചാരണത്തിന് വരെ ഇറങ്ങി വളരെ എഫക്റ്റീവ് ആയിട്ട് US പൊളിറ്റിക്സിൽ വരെ ഇൻവോൾവ്മെന്റ് ഉള്ള രീതിയിൽ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രമാത്രം വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എലോൺ മസ്ക്. എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേൾഡിലെ പവർഫുൾ ആയിട്ടുള്ള ഒരു 10 പേരുടെ പേര് പറഞ്ഞാൽ അതിൽ നമ്പർ 1 എലോൺ മസ്ക് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ രീതിയിലാണ് ഒരു ഇൻഡിവിജ്വൽ പവർ, ഗ്ലോബൽ പവർ ഒരാളുടെ കയ്യിൽ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇലോൺ മസ്കിന്റെ കയ്യിലാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ആ രീതിയിലാണ് പുള്ളി ഒരു ട്വീറ്റ് ഇന്നലെ തൊട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ ട്വീറ്റ് എന്താന്ന് പറഞ്ഞാല്, ടോമി റോബിൻസൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ, അയാളൊരു ഡോക്യുമെന്ററി ഫിലിം ചെയ്ത ഒരാളാണ്. ഈ ടോമി റോബിൻസനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റുമായിട്ടുള്ള ട്വീറ്റ് ആണ് മൾട്ടിപ്പിൾ ടൈംസ് ഇലോൺ മസ്ക് ട്വീറ്റ് ചെയ്തത്. ഈ ഒരു ട്വീറ്റ് UK തന്നെ പിടിച്ച് കുലുക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്റ്റാർമർ പറഞ്ഞ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ അല്ലേ നടപ്പില്ല, ഈ നിലവിലെ പ്രൈം മിനിസ്റ്റർ അല്ലേ സ്റ്റാർമർ, അയാളെ ശരിക്കും പറഞ്ഞാൽ ഇത് കിടുകിട വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇലോൺ മസ്കിന്റെ ഈ ഒരു ട്വീറ്റ് ഈ സ്റ്റാർമറെ ഇത്രമാത്രം ഭീതിപ്പെടുത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലണ്ടനിൽ കുറെ കാലങ്ങൾ കൊണ്ട്, അതായത് ഏതാണ്ട് ഇതുവരെ എടുത്ത സ്റ്റേറ്റസ് നോക്കിക്കഴിഞ്ഞാൽ 70 മുതൽ 2024 വരെ ഏതാണ്ട് 2.5 ലക്ഷം കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഇതെല്ലാം അണ്ടർ ഏജ് ആണ്, അതായത് 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പീഡിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ മിക്കതും ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ പേര് ഗ്രൂമിംഗ് ഗാങ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് സാഹചര്യം ഒരുക്കിയത് ഗ്രൂമിംഗ് ഗാങ് എന്ന് പറഞ്ഞ ഒരു ഗാങ് ആണ്. ഈ ഗാങ് പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇത് എന്തുകൊണ്ടാണ് കൂടുതൽ പുറത്തു വരാത്തതെന്ന് പറഞ്ഞാൽ, ഈ വാർത്ത ലണ്ടനിലുള്ളിൽ തന്നെ പല പൊളിറ്റീഷ്യന്മാരും കൂടെ ചേർന്ന് ഇത് മുക്കിയതാണെന്നാണ് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇവരിത് മുക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വോട്ട് ബാങ്ക് ആണ്. വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് മുക്കിയിരിക്കുന്നത്. ഇതിനെ കൃത്യമായിട്ട് മീഡിയയിൽ തന്നെ ഇവര് ഒരു നറേറ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നറേറ്റീവ് എന്ന് പറഞ്ഞാൽ, മീഡിയാസ് ഒരിക്കലും ഈ ഗ്രൂമിംഗ് ഗാങ്ങിനെ കുറിച്ച് കൂടുതൽ പറയാറില്ല. അതേസമയം ഇവർ മൈനോറിറ്റി റൈറ്റ്സിനെ കുറിച്ച് ഘോര സംസാരിക്കും. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം മീഡിയയുടെ ഒരു നറേറ്റീവ് ഉണ്ട്. അത് മീഡിയക്ക് പല രീതിയിലുള്ള വോയിസ് ഉണ്ട്. അവർ ഏത് രീതിയിൽ ആ നറേറ്റീവ് വെളിയിൽ പ്രൊജക്ട് ചെയ്യുന്നോ ആ രീതിയിൽ മാത്രമേ അത് ജനങ്ങൾ മനസ്സിലാക്കുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് ഈ ഒരു കുട്ടികൾക്ക് നേർന്ന ഈ ഒരു പീഡനം തന്നെ പറയാം. ഇതില് മെജോറിറ്റി പെൺകുട്ടികൾ, അതിൽ കുറച്ച് ആൺകുട്ടികളും കൂടി ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതിനെ ഒരു ഗ്രൂമിംഗ് ഗാങ് എന്നാണ് പറയുന്നത്. ഈ ഗ്രൂമിംഗ് ഗാങ് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്ത്, ഇവരെ ബ്രെയിൻ മാപ്പിംഗ് ചെയ്ത് ഇവരെ ഈ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ടീനേജില് ആ ഒരു ടെംപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രായത്തിൽ ഈ കുട്ടികളെ ഇവര് വശപ്പെടുത്തി കൊണ്ടുപോവാണ്. പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇവരെ ടെംപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഏർപ്പാടാണ്. ആ രീതിയിൽ പല ഡിഫറെന്റ് റീസൺസ് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. അവിടെ പോയി മറ്റേ മരുന്നുകളൊക്കെ കൊടുക്കുന്ന ഏർപ്പാടാണ്. ആ രീതിയിൽ പീഡനത്തിന് ഇരയായ കുട്ടികളുടെ എണ്ണം ഏതാണ്ട് 2.5 ലക്ഷം കടന്നിരിക്കുന്നതാണ് പറയുന്നത്. ഇത് യുകെയുടെ ചരിത്രത്തിൽ തന്നെ, യുകെയുടെ ചരിത്രം മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ എവിടെയും നടക്കാത്തൊരു സംഭവമാണ് യുകെയിൽ നടന്നിരിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായി കുറെ പൊളിറ്റിക്കൽ അജണ്ട മുന്നോട്ട് വെച്ച് വോട്ട് ബാങ്കിനെ പേടിച്ചുകൊണ്ട്, വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കേസ് മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു നിഗൂഢത. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് മറയ്ക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് യുകെക്ക് കുറെ നറേറ്റീവ്സ് ഉണ്ട്. ഈ നറേറ്റീവ്സിൽ അതായത് അവര് ഭയങ്കര ലിബറൽ ആണ്, അവര് ഭയങ്കര ഫാർ റൈറ്റ് വിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല, അവര് മൾട്ടി കൾച്ചറലിസം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ അവർ ഫോക്കസ് ചെയ്ത് കാണിക്കാതെ മീഡിയകളെല്ലാം ഇതിനെ മറച്ചു വെച്ച് യുകെയുടെ പ്രതിച്ഛായ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് അതൊരു വഴിവെക്കുന്ന ഏർപ്പാടാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 2 പാർട്ടിയിലുമുള്ള ആൾക്കാരും ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. അതായത് കൺസർവേറ്റീവ് പാർട്ടി ആയിക്കോട്ടെ, ലിബറൽ പാർട്ടി ആയിക്കോട്ടെ, രണ്ടുപേരും ഈ ഒരു കേസിനെ മൂടി മറയ്ക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അത് തന്നെയാണ് തുടരെ ഇവർ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഋഷി സുനക്കിന്റെ ടൈമിൽ ഈ ഷീല ബ്രൈവർമാൻ എന്ന് പറഞ്ഞ ആ ഒരു ലേഡി, അവർ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊരു പരാമർശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എല്ലാവരും കൂടെ അവരെ അടിച്ചമർത്തി
ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പിന്നെ അവർ അവിടെ റിസൈൻ ചെയ്ത് പോവുകയൊക്കെയാണ് ചെയ്തത്. അപ്പൊ ആ രീതിയിൽ ഋഷി സുനക് വന്നപ്പോഴത്തേക്കും വീണ്ടും അവരെ ഒരു മിനിസ്റ്റർ പൊസിഷൻ കൊടുത്ത് അവരെ പിന്നെ മന്ത്രിസഭയിലേക്ക് എടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഈ ലേഡിയും അവിടെ ഒരുപാട് നാൾ അവർക്കൊന്നും സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല. പക്ഷെ അവർ ബ്ലെയിം ചെയ്യുന്നത് ഈ ഒരു ജസ് ഫിലിപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയാണ്. ഈ ജസ് ഫിലിപ്പ് എന്ന് പറയുന്ന ആളും ഈ ഒരു കേസുമായിട്ട് എന്താണ് ബന്ധം എന്ന് പറഞ്ഞാൽ ഇയാളും ഒരു നിർണായക മിനിസ്റ്റീരിയൽ പൊസിഷൻ വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ജെസ് ഫിലിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യക്തിയും ഈ വ്യക്തിയിലൂടെയും ഈ കേസ് കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഈ വ്യക്തിയും അത് സൈലന്റ് ആയിട്ട് അതിനെ ഇഗ്നോർ ചെയ്ത് പോയ ഒരു വ്യക്തിയാണ്. അപ്പൊ അതിനെ ചൊല്ലിയാണ് അവർ ഇയാളെ ബ്ലെയിം ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇത് എന്തുകൊണ്ടാണ് ഇത് UK പ്രൈം മിനിസ്റ്റർ സ്റ്റാർമറിനെ ഇത് ഇപ്പൊ ഇത്രമാത്രം അഫക്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസുകളെല്ലാം ഋഷി സുനക്കിന് മുമ്പ് വരെ ഇരുന്ന ആൾക്കാരൊന്നും ഇതിനെ മൈൻഡ് ചെയ്തിട്ടില്ല. ഋഷി സുനക്ക് പോസ്റ്റിംഗിൽ വന്ന സമയത്ത്, പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്ന സമയത്ത് 2024 ഏതാണ്ട് മാർച്ച് മാസത്തോടു കൂടി ഇതിന്റെ കൃത്യമായിട്ട് ഇതിനൊരു ഇൻവെസ്റ്റിഗേഷൻ ടീം അപ്പോയിന്റ് ചെയ്ത് ഇതിനെക്കുറിച്ച് തീവ്രമായിട്ടുള്ള കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. ആ കൊണ്ടുപോയ സമയത്ത് ഏതാണ്ട് 550-ലധികം ആൾക്കാരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിൽ ഏതാണ്ട് 10-15 കുട്ടികളെ ഈ രീതിയിൽ പീഡിപ്പിച്ച കേസിൽ കുറെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ മൊത്തത്തിൽ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയാണ് ഇത് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ പുറത്ത് കേസുകളും കൊണ്ടുവന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ സംഗതികളെല്ലാം കൂടെ, ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കൂടെ ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് തൊട്ടേ പ്രൈവറ്റ് ഏജൻസി തന്നെയാണ് ഇതിനെ അന്വേഷിക്കുന്നത്. അപ്പൊ UK പ്രൈവറ്റ് ഏജൻസികളുണ്ട് ഇതേപോലെ അന്വേഷിക്കാൻ. ലീഗൽ സിസ്റ്റം, ജുഡീഷ്യറി സിസ്റ്റം പ്രൈവറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൈവറ്റ് ജുഡീഷ്യറി സിസ്റ്റമാണ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ അത് ഏൽപ്പിച്ചിരുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ അതിന്റെ ചുമതല ഉണ്ടായിരുന്നത് ഗവൺമെന്റിന്റെ പക്ഷത്ത് നിന്ന് ആ ഒരു പ്രൈവറ്റ് ജുഡീഷ്യറി കമ്മീഷനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിനെ ഓവർസീ ചെയ്യാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിരുന്നത് ഈ ഒരു സ്റ്റാർമറാണ്. അപ്പൊ ഈ സ്റ്റാർമർ തന്നെ അവിടെ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. പലർക്കും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ, പലർക്കും അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള വഴി ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റാർമർ. അപ്പൊ ആ ഒരു അലിഗേഷനാണ് ഇപ്പൊ ഇയാളുടെ മേളിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഒരു ഡോക്യുമെന്ററി ചെയ്ത് ഇതെല്ലാം അതായത് ഈ ഡയറക്റ്റായിട്ട് ബാധിക്കപ്പെട്ട പെൺകുട്ടികളുടെ മൊഴിയെടുത്ത് ഇതൊരു ഡോക്യുമെന്ററി ബേസിസിലാക്കി ഡോക്യുമെന്ററി ചെയ്ത് ഈ ഒരു ടോണി റോബിൻസൺ ഈ എൻറ്റയർ വിഷയങ്ങൾ ഡോക്യുമെന്ററി ചെയ്ത് ഒരു വീഡിയോ ഫയലാക്കി കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവന്റെ പേരിൽ, അതായത് ഈ ഒരു ടോണിയുടെ പേരിൽ കേസെടുത്ത് ഇവനെ ജയിലിലാക്കിയിരിക്കുകയാണ് ഇപ്പം. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. അതായത് ഇങ്ങനൊരു സംഭവം UK ഇങ്ങനെ ഒരു മാരകമായ സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനെ പുറത്ത് വീഡിയോ സഹിതം തെളിവ് കൊണ്ടുവന്ന വ്യക്തിയെ പിടിച്ച് പാകത്തിട്ടിരിക്കുകയാണ്. ഇവര് ഇന്ത്യക്കുള്ളിൽ കുറെ കാലം ഭരിച്ചിട്ട് കുറെ നിയമങ്ങളും നടപടിക്രമങ്ങളും സതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ റദ്ദാക്കിക്കൊണ്ട് പല രീതിയിലുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള നിയമം നടപ്പിലാക്കിയ ആൾക്കാരാണ് UK. അവരുടെ പിൻതലമുറയിലുള്ള ആൾക്കാരാണ് ഇപ്പൊ UK പോയി കിടന്നുകൊണ്ട് ഈ വക അഴിഞ്ഞാടിയ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവര് UK ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനികളെ ഇവർ കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്യുന്നില്ല. ഇവർ ഏഷ്യൻ, ഈസ്റ്റ് ഏഷ്യൻ, സൗത്ത് ഏഷ്യൻ എന്നുള്ള രീതിയിലാണ് ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്നിട്ട് ഇവർ ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് പറയും. അങ്ങ് അറ്റം പോയി കഴിഞ്ഞാൽ ഇവർ പറയുന്ന വാക്ക് ഗ്രൂമിംഗ് ഗ്യാങ്. പക്ഷെ ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനികളാണ്. ഒരു ഇന്ത്യനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു രാജ്യക്കാരനോ ഇതിനകത്ത് ഇൻവോൾവ് അല്ല എന്നുള്ളതാണ്. ഇത് ഫുൾ ആൻഡ് ഫുൾ പാകിസ്ഥാനി മാത്രമാണ് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ്. യുവമാർ എവിടെ പോയാലും ഈ ഒരു പരിപാടി യുവമാർ ചെയ്യും. ഈ ഗൾഫ് മേഖലയിലാണെങ്കിൽ പോലും ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ യുവമാർ ചെയ്യാറുണ്ട്. ഈ ഒരു പാകിസ്ഥാനികൾക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് ഇന്ത്യയുടെ പേരോ അങ്ങനെ ഒരു പേരും ഇതിനകത്ത്, ഒരു ഇന്ത്യൻ സിറ്റിസൺ പോലും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇത് ഫുൾ ആൻഡ് ഫുൾ പാകിസ്ഥാനികളാണ്. പാകിസ്ഥാനി എന്ന് പറയുന്നതിന് പകരം അവർ ഏഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൊത്തത്തിൽ ഒരു തേച്ചൊട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ഇപ്പൊ UK നടന്നുകൊണ്ടിരിക്കുന്നത്. UK മീഡിയ പൊളിറ്റിക്സ് വേണമെങ്കിൽ ഇത് പറയാം. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ ഡെവലപ്മെന്റ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇലോൺ മസ്ക് ഇതിനെ ചൊല്ലിയാണ് ഈ ഒരു വീഡിയോ എടുത്ത് ഈ പുറം ലോകത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡോക്യുമെന്ററി പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ഈ ഒരു വ്യക്തി, ഈ ടോണി റോബിൻസനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലോൺ മസ്ക് ഈ ഒരു ട്വീറ്റ് ഇട്ടത്. ആ ട്വീറ്റാണ് ഇപ്പൊ UK പാർലമെന്റിൽ കിടന്ന് അയാളുടെ പ്രതിച്ഛായ, അതായത് സ്റ്റാർമർ എന്ന് പറഞ്ഞ UK പ്രൈം മിനിസ്റ്റർ ഇപ്പൊ ഇതാ കയറിയിട്ട് 1-2 മാസം ആയതേ ഉള്ളൂ. അയാളുടെ പ്രതിച്ഛായ മൊത്തത്തില് അങ്ങ് വെള്ളത്തിലായിരിക്കുകയാണ്. അതാണ് അവസ്ഥ. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.